ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്ന വീഡിയോ ഭൂതത്താൻകെട്ട് അണക്കെട്ടിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഭൂതത്താൻകെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്ന് 11 കിലോമീറ്റർ അല്ലെങ്കിൽ പിണ്ടിമന എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഇത് വരുന്നത്. കൊച്ചി സിറ്റിയിൽ നിന്നാണെങ്കിൽ 50 കിലോമീറ്റർ. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് 1964 പണിത പുതിയ ഡാമാണ്. അതിൻ്റെ മുന്നിൽ 2020 ഒരു പുതിയ പാലവും വന്നിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ പെരിയാറ് നമുക്കിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി അവിടെ ഇതിൻ്റെ ഇടത്തെ സൈഡിൽ അവർ കൽപ്പടവുകളെല്ലാം കെട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഒരു ഒരു ഗ്യാതറിങ് പ്ലേസ് വേണമെങ്കിൽ പറയാം. ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് ഭൂതത്താൻകെട്ടിലെ എല്ലാ ഷട്ടറുകളും തുറന്നിരുന്നു. സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ വെള്ളവും മണ്ണും വെള്ളത്തിൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇവിടെ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമുണ്ട്. ചെറിയൊരു മഴയുള്ള സമയത്താണെങ്കിലും ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അപ്പം ഇതാണ് നമ്മൾ ഈ 2020 പണിത പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാലത്തിലിപ്പോൾ ആൾക്കാരെ വന്ന് ചൂണ്ടയൊക്കെ ഇടാറുണ്ട്. അതേപോലെ തന്നെ ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭൂതത്താൻകെട്ടിൻ്റെ ഡാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫോട്ടോ എടുക്കാൻ നല്ലൊരു വ്യൂ ആണത്. പിന്നെ ഈ പ്രാവശ്യം 10 ഷട്ടറും നേരത്തെ പറഞ്ഞ് തുറന്നിരുന്നു. അപ്പം നല്ല രസമായിരുന്നു ഈ പാലത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി. ഇവിടുന്ന് ഇടമലയാറ് 14 കിലോമീറ്റർ ഉള്ളൂ. ബസ് റൂട്ടുണ്ട് ഇതിൽ കൂടി, നമ്മളുടെ വണ്ടികൾക്ക് പോകാവുന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ പാലം കടന്നു കഴിഞ്ഞ് ഇടത്തോട്ട് സൈഡിലോട്ട് പോകുമ്പോഴാണ് ട്രക്കിംഗ് ഉള്ളത്. അത് 30 രൂപയാണ്. ഈ ട്രക്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5 മണിക്കൂറോളം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ചെറിയ കാടിൻ്റെ ഇടയിൽ കൂടിയാണ്. രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഉള്ളൂ. അതിന് മുമ്പും അതിന് ശേഷം ആന ഉണ്ടാറുണ്ട് അവിടെ. ആരും ഇതൊരു ശല്യപ്പെടുത്തിയിട്ടില്ല. ഈ ട്രക്കിങ് കഴിഞ്ഞ് വരുമ്പോഴാണ് പെരിയാർ നദിക്ക് കുറുകെയായിട്ട് വലിയ വലിയ പാറക്കല്ല് ഇട്ടിട്ട് ഡാം ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് പറയപ്പെടുന്നത് ഭൂതങ്ങൾ കൊണ്ടുവന്നിട്ടാണെന്ന് പറയണം. കാരണം അന്നത്തെ കാലത്ത് മെഷീനറീസ് ഇല്ല. സാധാരണ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ കല്ല് എടുത്ത് പൊക്കാനും പറ്റില്ല. അപ്പം അത് ഒരു നാച്ചുറൽ ഡാം എന്നറിയപ്പെടുന്നത്. ഇത്രയും വലിയ കല്ലുകൾ പെറുക്കി പെറുക്കി വെച്ചേക്കണതുകൊണ്ടാണ് ഭൂതങ്ങൾ ഉണ്ടെന്ന് വെച്ചു എന്നാണ് അങ്ങനെ ഭൂതത്താൻകെട്ട് പേര് വരാനുള്ള കാരണം. അപ്പം ഇത് ഇവിടെ ബോട്ടിംഗ് ആണ്. അതിൻ്റെ പുറകിൽ കെട്ടുവള്ളങ്ങളുണ്ട്, ചെറിയ ബോട്ടുകളുണ്ട്, ഒരു ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ പോയ ആൾക്കാർക്ക് ഇതിൻ്റെ ആംബിയൻസ് അറിയാം. അല്ലാത്ത ആൾക്കാർ പോകണം. കൊച്ചിയിൽ നിന്ന് 50 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഒരുപാട് ഓർമ്മകൾ അവിടെ നിന്ന് കിട്ടും. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു. ബൈ.